ഈ ദയാച്ചു എന്ന് പറയുന്ന സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് നാണമില്ല എന്നെ പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ. ഇന്ന് രാവിലെയും കണ്ട് എനിക്ക് വട്ടാന്ന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, പച്ച കള്ളം പറയുമ്പോ ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറയണോ പ്ലീസ്. തനിക്ക് ഉണ്ടോ ഇല്ലേ ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രേണു സുധിയെ പറ്റിയിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും രേണു സുധിയെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, രേണു സുധി ഇവിടെ കുറച്ച് ആൾക്കാരുടെയൊക്കെ പേരിൽ കൊണ്ടുവന്ന് പോലീസ് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റും. വൈകാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മേ ബി എനിക്ക് തോന്നുന്നു നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആ ഒരു കേസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയുമായിരിക്കും. ഞാനായിട്ട് വന്നിരുന്ന് പറയുന്നില്ല. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും രേണു സുധി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കേസ് കൊടുക്കാനുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. സോഷ്യൽ മീഡിയ പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുക. അതായത് നിങ്ങൾക്ക് ഇനിയും ഫ്യൂച്ചർ ഉള്ളതാണ്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അല്ല നിങ്ങളുടെ ജീവിതമെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കാനുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ തന്നെ രേണു സുധിയുടെ ടോപ്പിക്കിലോട്ട് പോവാം. ഇന്ന് രേണു സുധി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ദയ അച്ചുവിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ദയ അച്ചു ഈയിടെയായിട്ട് കണ്ടിന്യൂസ്ലി ഈ പറയുന്ന രേണു സുധി ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചൊറിയാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവരെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ടാണ് ദയ അച്ചു ഓരോരോ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിൽ രേണു സുധി ഇപ്പം വന്നിട്ടുണ്ട്. എന്താണ് രേണു സുധിക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം, ഞാൻ രേണു സുധിയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഈ ദയാച്ചു എന്ന് പറയുന്ന സ്ത്രീയും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തതാണ്. നിങ്ങൾക്ക് നാണമില്ല എന്നെ പറ്റി ഈ ആവശ്യമില്ലാത്ത വീഡിയോസ് ഇറക്കാൻ. ഇന്ന് രാവിലെയും കണ്ട് എനിക്ക് വട്ടാന്ന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യത്തെ ഡെലിവറിക്ക് ഞാൻ ഒരു ഡെലിവറി ചെയ്തിട്ടുള്ളൂ. ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം 95% സ്ത്രീകൾക്ക് ഉറക്കക്കുറവും സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും. അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ്. സൂചന പറഞ്ഞ സത്യമാണ്, ഹോമിയോ ഗുളിക കഴിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വട്ടോ മാനസിക രോഗങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇവിടെ കൊല്ലം സുധി അന്ന് ഈ രേണു സുധിയായിട്ട് ഒരുമിച്ചിരുന്ന ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഭാര്യയ്ക്ക് മെൻ്റലി ഇത്തിരി പ്രശ്നമുണ്ട്, ടാബ്ലറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന്. അതായത് അന്ന് ആ ഒരു സമയത്ത് കൊല്ലം സുധിയെ പറ്റിയിട്ട് ഒരുപാട് അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ പൈസയുടെ ഒക്കെ പ്രശ്നങ്ങൾ. ഞാൻ കൂടുതൽ വന്നിരുന്ന് പറയുന്നില്ല. മരിച്ച ഒരാളെ പറ്റിയിട്ട് വെറുതെ വന്നിരുന്ന് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. രേണു സുധിയുടെ ഹസ്ബൻഡ് തന്നെയാണ് ഇത് പബ്ലിക്കിൽ പറഞ്ഞത്. പുള്ളിക്കാരത്തേക്ക് മെൻ്റലി എന്തോ പ്രശ്നമുണ്ടോ, എന്തോ ഡിപ്രഷനോ എന്തോ കാര്യങ്ങളായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയാണ് ഈ പറയുന്ന രേണു സുധി കൊടുക്കുന്നത്. എനിക്ക് മാനസികമായിട്ട് യാതൊരുവിധ തകരാറുമില്ല, ഞാൻ ഹോമിയോ മരുന്നുകളാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. നിങ്ങൾ ദയാച്ചു എന്ന് പറയുന്ന ഇവര് നിങ്ങൾ ഏത് ഡോക്ടേഴ്സിനെ കൊണ്ടുവന്നോളൂ എൻ്റെ മുന്നിൽ, അവർ പരിശോധിക്കട്ടെ, സൈക്കാട്രിസ്റ്റ് ഡോക്ടേഴ്സിന് പരിശോധിക്കട്ടെ, എനിക്ക് വട്ടുണ്ടോന്ന് അവർ സ്ഥിരീകരിക്കട്ടെ. നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു പെണ്ണിന് വട്ടാന്ന്, അല്ലെങ്കിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കിടക്കപ്പുറതിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിവിടെ ഒരു പോസ്റ്റ് ഞാനിവിടെ വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം. ദയാച്ചു ഈ ഒരു വിഷയം അറിഞ്ഞ സമയത്ത് പുള്ളിക്കാരത്തി ഇട്ടൊരു കാര്യമാണ്. അതായത് രേണു സുധിക്ക് ഇതുപോലെ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും രേണു സുധിയെ കുറ്റം പറയത്തില്ല, ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാര്യം ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇതുപോലത്തെ ഉള്ളൊരു പ്രശ്നം, അതായത് മാനസികമായിട്ടുള്ള ഒരു ഇഷ്യൂ നിങ്ങൾക്കുണ്ട് എന്ന് അറിയത്തില്ലായിരുന്നു എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ദയാച്ചു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതാണ് നിങ്ങളിപ്പോൾ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദയ അച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല പബ്ലിക്കിൽ വന്ന് നിങ്ങൾക്ക് മാനസികമായിട്ട് സുഖമില്ല എന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞ വാർത്തയാണ് ഇവിടെ സോഷ്യൽ മീഡിയയിലെല്ലാം കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാര്യം സ്വന്തം ഹസ്ബൻഡ് തന്നെ പറഞ്ഞ കാര്യമാണത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കള്ളത്തരം പറയില്ല. എനിക്ക് വട്ടില്ലെന്ന് എനിക്കറിയാം. അതുപോലെ എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ന്യൂമോണിയ കൂടിയിട്ട് ഞാനും അവനെ എന്നെ മാത്രമേ കയറ്റത്തുള്ളായിരുന്നു. സായിപ്പിൻ്റെ ആശുപത്രി ഒരു 7-8 ദിവസം കിടന്നതാണ് ICUയിൽ. എന്നെ മാത്രം അന്ന് ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഉറക്കമില്ലായിരുന്നു. ഡെലിവറിക്ക് ശേഷം കുറച്ച് ദിവസത്തിന് ശേഷമാണ്, പ്രസവരക്ഷ ഒന്നും നേരെ ചെയ്തില്ല. അതിനാണ് എനിക്ക് പ്രശ്നങ്ങൾ വന്നത്, ഉറക്കക്കുറവൊക്കെ. ഓക്കെ, പുള്ളിക്കാരത്തേക്ക് പ്രോപ്പർ സ്ലീപ്പ് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയണത്. ഓക്കെ, അല്ലാതെ മാനസികമായിട്ട് യാതൊരുവിധ അസുഖവും ഇല്ല എന്നും പറയുന്നുണ്ട്. ഇനി ദയാച്ചുവിന് മറുപടിയായിട്ട് ദാസേട്ടൻ കോഴിക്കോടും രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് ദയാച്ചുവിനെ പറ്റിയിട്ട് പറയാനുള്ളത് കേൾക്കാം. ചങ്കട നമസ്കാരം, ദാസേട്ടനാണ്. രേണു സുധീന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ദയ അച്ചു വളരെ കുറച്ച് കാലങ്ങളായിട്ട് വെറുതെ അനാവശ്യമായിട്ട് വീഡിയോസ് ചെയ്യുക, വെറുതെ ഒരാളെ പറ്റി മോശം അഭിപ്രായം പറയാം. കുറേ വീഡിയോസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് ഞാനതൊന്നും പ്രതികരിക്കാറില്ല. കാരണം നമ്മൾ കാരണം ഒരാൾ റീച്ച് ആവണ്ട, അതന്നെ കാരണം. പിന്നെ സ്ത്രീയാണ്, ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ് ചങ്കള. ഞാൻ എത്രയോ സ്ത്രീകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എത്രയോ സിനിമാ നടന്മാർ ചെയ്തിട്ടുണ്ട്, അല്ലേ? അതെ അതെ അതെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ അടുത്ത് ചെയ്യുന്ന റീൽസ് എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആര് ട്രെൻഡിങ് നിൽക്കുന്നുണ്ടോ അളിയൻ എപ്പോഴേ പോയി അവരുമായിട്ട് അങ്ങ് വിളിച്ചിട്ട് പോയി റീൽസ് എടുക്കുക.
ഇതാണ് പരിപാടി. എന്തിനാ? റീച്ചിന് വേണ്ടിയല്ലേ, വേറെ അല്ലാതെ നാട് നന്നാക്കാനൊന്നും അല്ലല്ലേ. സോ അതുകൊണ്ട് റീച്ചിനെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നായികമാരോട് സിനിമ ചെയ്തിട്ടില്ലേ, അവർ അക്കൗണ്ട് പോയി ഇവർ സംസാരിക്കും, അനാവശ്യമായിട്ട് വീഡിയോസ്, ഒരാളെ മോശം പ്രതികരിക്കുക. പക്ഷേ എന്താ പറയുക, എനിക്ക് അവരോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നന്നായി വരട്ടെ, ഒരു ബുദ്ധിമുട്ട്. പക്ഷേ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ചങ്കിൾ എൻ്റെ കൂടെ ഉണ്ട്, കുറേ ചങ്കിൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. കാസർഗോഡ് കോഴിക്കോട് വന്ന വഴി ഒരിക്കലും മറക്കുന്ന ആളല്ല. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ചങ്കളുണ്ട്, അവരാണ് എൻ്റെ ധൈര്യം, ചങ്കളെ. അപ്പം എനിക്കും ഇതിനോടൊന്നും പറയാനില്ല. പക്ഷെ ഒരാൾക്ക് ക്ഷമിക്കുന്ന ഒരു പരിധിയുണ്ട്, അതുകൊണ്ട് വേറെ ഒന്നും പറയാനില്ല. അപ്പൊ പൊളിച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്തായാലും ഇതിനൊക്കെയുള്ള ഒരു മറുപടിയായിട്ട് ദയാ അച്ചുവിൻ്റെ ഭാഗത്ത് നിന്ന് പുള്ളിക്കാരത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ അടുത്ത് രേണുസുധിയുടെ ഇൻ്റർവ്യൂസ് എല്ലാം ഒന്ന് പോയി കണ്ടു നോക്ക്. എന്തൊക്കെയാണ് പുള്ളിക്കാരത്തി അതിനകത്ത് വന്നിരുന്ന് വിളിച്ചു പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. കാര്യം ഞാൻ അതിനടുത്തൊന്നും ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. റിയാക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് വന്നിരുന്ന് പറയേണ്ടി വരും. പോരാത്തന്നെ ഈ പറയുന്ന രേണുവിനെ പറ്റിയിട്ട് ഒരുപാട് വോയിസുകൾ ഇപ്പം നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. സ്വന്തം അയൽവാസികൾ തന്നെ വന്നിരുന്നിട്ട് രേണുവിനെ പറ്റിയിട്ട് ഒരുപാട് അലിഗേഷൻസ് പറയുന്നുണ്ട്. കാര്യം എനിക്ക് അതൊന്നും എടുത്ത് വെച്ച് പ്ലേ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ലിറ്ററലി താല്പര്യമില്ല. കാര്യം അത് എന്ത് പറയണ്ട, ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ ഒരുപാട് ബാധിക്കുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകളാണ് അതൊക്കെ. അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ഓരോ മനുഷ്യർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ നാട്ടിൽ നിന്നും പിന്നെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്നതും അതിനെ എല്ലാത്തിനെയും പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് വന്നിരുന്ന് റിയാക്ട് ചെയ്യുന്നത് വളരെ മാന്യമായിട്ടുള്ള ഭാഷയിൽ. നിങ്ങളെ മോശമായിട്ടോ തെറി പറയുകയോ ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുവന്ന് കേസ് കൊടുത്തു, യാതൊരു ഇഷ്യൂ ഇല്ല. എന്തായാലും ദയാ അച്ചുവിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേൾക്കാം. കുറവ് സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വരും. അതിന് ഞാൻ ഹോമിയോ ഗുളിക കഴിച്ചെന്നുള്ള സത്യമാണ്, സൂചന പറഞ്ഞ സത്യമാണ്. ഹോമിയോ ഗുളിക എല്ലാത്തിലും കള്ളത്തരമാണ്. ഹോമിയോ ഗുളിക, ഇംഗ്ലീഷ് ഗുളിക, ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരാള് പുള്ളിക്കാരിയാണ്. അപ്പോഴേ എല്ലാം മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരന്റെ വീഡിയോയില് കാണിച്ച ആ ഗുളിക നമുക്കൊന്ന് കാണാട്ടോ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അതിന്റെ ടാബ്ലറ്റ്, അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ പപ്പയുടെ. അപ്പോ ഹോമിയോ ഗുളിക കണ്ടല്ലോ. ഈ ഇംഗ്ലീഷ് ഓക്കെ, അത് ഇംഗ്ലീഷ് മരുന്നുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഹോമിയോ ഗുളികകളായിട്ട് ബേസിക്കലി തോന്നുന്നില്ല. ഇനി അതിനെ പറ്റിയിട്ട് അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരാണ് ശരിക്കും കള്ളനയക്കുന്നത്? സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലേ, അല്ലേ? കാര്യം ഇവരുടെ ഭർത്താവ് തന്നെയാണ് വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇവർക്ക് മെൻ്റലി എന്തൊക്കെയോ ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് ഇവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, സാധാരണ എല്ലാവരും പ്രസവത്തിൻ്റെ സമയത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചതെന്നാണ്. അപ്പോൾ ശരിക്കും ഭർത്താവ് വന്ന് പറഞ്ഞത് ഒരു കള്ളമായിട്ട് മാറുവാണ് ഇവിടെ. ഇംഗ്ലീഷ് മരുന്നിനെയാണ് ഹോമിയോ ഗുളിയാന്നും പറഞ്ഞിട്ട് ഇപ്പൊ കള്ളം പറഞ്ഞു വന്നിരിക്കുന്നത്. എങ്ങനെ പറയാതിരിക്കും മക്കളെ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. പാവാടവള്ളികളോട് എല്ലാവരോടും തന്നെ ഞാൻ പറയുന്നത്, ഇമാതിരി കള്ളം പറയുമ്പോ ഇപ്പൊ ഇന്റർവ്യൂ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ വന്നിട്ട് അതിൽ തപ്പിത്തെരഞ്ഞ് ആദ്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉരുണ്ട് മെഴുകണത് ഞാനൊരു ട്രോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഇപ്പതാ ഹോമിയോ ഗുളിയാണ് കഴിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇംഗ്ലീഷ് മരുന്നിന്റെ ഗുളിയാണ് സുധി എന്ന് പറയുന്ന വ്യക്തി അവിടെ കാണിച്ചത്. ഇതൊക്കെ കാണുമ്പോ എങ്ങനെയാ മക്കളെ പറയാതിരിക്കുക? ഒന്നും പറ. പിന്നെ വേറൊന്ന്, ഈ പറയുന്ന രേണു പറയുന്നുണ്ട്, പ്രസവിച്ച സ്ത്രീകളിൽ 90% പേർക്കും ഡിപ്രഷൻ വരുന്നുള്ള രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത്. അത് വെറും തെറ്റിദ്ധാരണയാണ് കേട്ടോ. എന്റെ അമ്മമ്മ 5 പ്രസവിച്ചു, അതിൽ 4 പെൺകുട്ടികൾ, എന്റെ അമ്മയടക്കം. അവരൊക്കെ 2ഉം 3ഉം, എന്റെ അമ്മ ഒരു കുട്ടിയാണ് എന്നെയാണ് പ്രസവിച്ചത്. ബാക്കിയൊക്കെ 3-4 പിള്ളേരെ പ്രസവിച്ച മേമന്മാരാണ്. അവർക്കൊന്നും ഡിപ്രഷൻ ബാധിച്ച ചരിത്രം കണ്ടിട്ടില്ല. പിന്നെ ഉറക്കക്കുറവ് അതെല്ലാവർക്കും ഉണ്ടാവും. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഉറക്കമുണ്ടായിന്ന് വരില്ല. ആ കൊച്ചിനെ നോക്കണല്ലോ. 2 കുട്ടികളെ വളർത്തിയെടുത്തതാ ഞാനും. അപ്പം ഈ 90% സ്ത്രീകൾക്കും ഡിപ്രഷൻ വരുന്നു പറയുന്ന രേണു അത് മാറ്റി പിൻവലിക്കണേ. അത് അങ്ങനെ ഇല്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് പറയണം, നിങ്ങൾക്കൊക്കെ ഡിപ്രഷൻ ബാധിച്ച ആൾക്കാരാണോന്ന്. വെറുതെയാണ്. ഉറക്കക്കുറവുണ്ടാവും, അതിന് നമ്മൾ പകല് കൊച്ചിനെ ഉറക്കിയിട്ട് നമ്മളും കിടന്ന് ഉറങ്ങും, അത്ര തന്നെ. ഇത് ഉറക്കവും ഇല്ല, രാവും ഇല്ല, പകലും ഇല്ലാണ്ട് ഉറക്കവും ഇല്ലാണ്ട് ഗുളിക കഴിക്കേണ്ട ഗതികേടൊന്നും ആർക്കും വന്നിട്ടില്ല. പിന്നെ ഹോമിയോ ഗുളിക എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് ഇതൊക്കെയാണ് പച്ചക്കള്ളങ്ങൾ എന്ന് പറയുന്നത്. ഈ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ പറയും, അയ്യോ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നിങ്ങൾ ചെലവിന് കൊടുക്കണം. അത് വളരെ സത്യമാണ്. അവസാനം പറഞ്ഞ കാര്യം ഞാൻ യോജിക്കുന്നു. നമ്മൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ നിൻ്റെയൊക്കെ മെയിൻ കമൻസ് ആണ്, നിനക്കൊന്നും ഒരു പണിയില്ലേ? ഇതാണ് നമ്മുടെ പണി. ഇതൊരു പ്രൊഫഷനായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മിക്ക യൂട്യൂബേഴ്സും എല്ലാവരുടെയും പ്രൈമറി ഇൻകം എന്ന് പറയണതും ഈ യൂട്യൂബ് തന്നെയാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ.
അപ്പം നീയൊക്കെ വന്നിരുന്ന് പണിയില്ലേ, അല്ലെങ്കിൽ നീയൊക്കെ ചെലവിന് കൊടുക്കുമോ, അല്ലെങ്കിൽ ആ കുടുംബം കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന നിനക്കൊക്കെ കാണണോ? ഇങ്ങനെയൊക്കെയുള്ള കമൻസ് ആണ്. നിനക്കൊന്നും തലയ്ക്ക് ബോധവും വിവരവും ഇല്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ അവർ കിടന്ന് കാണിക്കുന്ന എന്താണ്? അതിനെ പറ്റിയിട്ടല്ലേ നമ്മളെല്ലാവരും വന്നിരുന്ന് റിയാക്ട് ചെയ്തിട്ടുള്ളത്, അതും വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിമർശിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, മനസ്സിലായില്ലേ? നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഈ ഒരു രാജ്യത്തുണ്ട്. അത് നീയൊക്കെ ആദ്യം മനസ്സിലാക്ക്. വന്നിരുന്ന് ഈ കമന്റ് ഇടുന്നതിന് മുന്നേ ചുമ്മാ വന്നിരുന്നൊക്കെ തെറി പറയുവാണ്. അവർ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നു. അവർ ഇനിയെങ്കിലും ഒന്ന് നേരെ ആയി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതായത് ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കാതെ വേറെ എന്തെല്ലാം രീതിയിലുണ്ട് ഒന്നും വേണ്ട. അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് നല്ല വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടും. ഭയങ്കര റീച്ചുള്ള ഒരു വ്യക്തിയാണ് ഈ രേണുസുതി എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അവർ വ്ളോഗും കാര്യങ്ങളും അവർ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന ആൽബം കാര്യങ്ങളൊക്കെ ആയിട്ട് പൊക്കോട്ടെ, വേറെ ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നെഗറ്റീവ് പബ്ലിസിറ്റിയും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ കോപ്രായങ്ങളും കാണിക്കുന്നതാണ് എല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. ഞങ്ങൾ ചെലവിനൊന്നും കൊടുക്കുന്നില്ല, സത്യങ്ങൾ പറഞ്ഞൂടെ? ഇപ്പൊ തന്നെ വയസ്സ് 32 എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി ഇന്റർവ്യൂവിൽ പറയുന്നത്. വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സുഹൃത്ത്, ഒരു ലേഡി, അവരുടെ വീടിന്റെ ഈ രേണുവിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു പെങ്കൊച്ചു വന്നിട്ട് പറയുന്നത് എങ്ങനെ പോയാലും 10-38 വയസ്സിന്റെ മേലെയുണ്ട് ആ സ്ത്രീക്ക്, ഇത് പച്ചക്കള്ളമാണ് പറയണെന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ വേണ്ട, ഒന്ന് എപ്പോഴേക്കും പോണ്ട, ഹോമിയോ ഗുളികയെന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ട് നിങ്ങൾ കണ്ടത് എന്താണ്? ഇംഗ്ലീഷ് മരുന്നാണ് സുധിച്ചേട്ടൻ ആ വീഡിയോയിൽ കാണിച്ചത്. ഹോമിയോ ഏതാ, അലോപ്പതി ഏതാ, ഇംഗ്ലീഷ് മരുന്ന് ഏതാ ഒന്നും അറിയാണ്ട് ഇവിടെ കിടന്നിട്ട് പച്ചക്കള്ളം പറയുമ്പോ ഇതെല്ലാം പഠിച്ചു വന്നിട്ട് പറ ചെയ്യണോ പ്ലീസ്. തനിക്ക് ഉണ്ടോ ഇല്ലേ ഇതൊന്നും അല്ല ഇവിടെ പ്രശ്നം. താൻ കള്ളം പറച്ചിൽ കുറച്ച് അടങ്ങ്, അത്രേ ഉള്ളൂ. പറയണത് സത്യങ്ങൾ വിളിച്ചു പറ, വേറൊന്നും പറയണ്ട. താൻ എങ്ങനെ ജീവിച്ചോട്ടെ. പിന്നെന്താ വേറെന്തൊക്കെ പറയണ്ടായിരുന്നു? നിങ്ങളൊക്കെ എന്റെ കുടുംബം നോക്കിയിട്ടുണ്ടോ? എന്റെ കൊച്ചു. ഓക്കെ, ഇത്രയൊക്കെയുള്ള സംഭവം. ഇതിൽ കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പറ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. എന്തായാലും ദയാ അച്ചു ഈ ഒരു വിഷയം നിർത്താനായിട്ട് പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അത്യാവശ്യം റീച്ചുള്ളൊരു സബ്ജക്റ്റാണ്. പിന്നെ പുള്ളിക്കാരത്തെ ഒന്ന് ചൊറിയുമ്പോഴത്തേക്ക് 10 അങ്ങോട്ട് ചൊറിയും. ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.